സംസ്ഥാന പാതയിൽ ഹൈവേ പോലീസ് നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ ഭാഗമായി എടപ്പാളിൽ ട്രാഫിക് പരിശോധനയും മഴക്കാല ബോധവൽക്കരണവും നടത്തി. നിയമം പാലിച്ചുകൊണ്ട് രേഖകൾ കൃത്യമായവർക്ക് മധുരവും വിതരണം ചെയ്തു. ഒരു പോലീസ് ഒരു ബോധവൽക്കരണ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടില് വാഹനാപകടങ്ങളും അപകട മരണങ്ങളും നടക്കുന്നത് ഏറ്റവും കൂടുതൽ ടൂ വീലർ യാത്രക്കാരാണ്. അപ്പോൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് പല ആളുകളും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടാവില്ല. ഈ ഹെൽമെറ്റ് ധരിച്ച ആളുകൾ തന്നെ ശരിയായ രീതിയിൽ ഹെൽമെറ്റ് ധരിക്കുന്നില്ല. അത് ശരിയായ രീതിയിൽ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അപകടം പറ്റിയാൽ തലക്ക് ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ ഹെൽമെറ്റ് ധരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ചിൻ സ്ട്രാപ്പ് നല്ല ടൈറ്റാക്കി ധരിക്കണം. കാരണം ഇത് കുറച്ചും കൂടി ടൈറ്റ് ആക്കണം. ടൈറ്റാക്കി കൊടുക്കും മോളെ, ടൈറ്റ് ആക്കിച്ചല്ലേ, അത് ടൈറ്റാക്കി കൊടുക്കുക. അതേപോലെ വേറെ ആ പ്രായമില്ലാതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പല ഹെൽമെറ്റുകളും ISI മാർക്കില്ലാത്ത ഹെൽമെറ്റുകളാണ്. അപ്പോൾ അത് ശരിക്കും നല്ല സ്റ്റാൻഡേർഡിലുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങണം. തിങ്കളാഴ്ച രാവിലെ എടപ്പാൾ മേഖലയിലാണ് പരിശോധനയും ബോധവൽക്കരണവും നടത്തിയത്. പോലീസ് ജനങ്ങൾക്കിടയിൽ ട്രാഫിക് സുരക്ഷാ ബോധം വളർത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായാണ് ബോധവൽക്കരണവുമായി രംഗത്തെത്തിയത്. മഴക്കാലത്ത് വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ എന്നിവ പ്രവർത്തിക്കുന്നതും ലൈസൻസ്, ഇൻഷുറൻസ്, പുക ടെസ്റ്റ്, ഹെൽമറ്റ് എന്നിവ ശരിയായ രീതിയിൽ കൈവശമുള്ളവർക്ക് പോലീസ് മധുരവും നൽകി. അമിത വേഗത, ഇരുചക്ര വാഹനത്തിൽ കൂടുതൽ പേരുമായി പാതയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് സുരക്ഷാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു. ലൈറ്റുകൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകട സാധ്യതകളെക്കുറിച്ചും പോലീസ് ബോധവൽക്കരണം നടത്തി. എടപ്പാൾ റെയ്ഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി ആൻഡ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ ബർലി, ആയിഷ, അഫ്സാൻ തുടങ്ങിയവരും വിദ്യാർത്ഥികളും ബോധവൽക്കരണത്തിൽ പങ്കാളികളായി. വാഹന പരിശോധനയിലും ബോധവൽക്കരണ പരിപാടിയിലും ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട്, ASI റഷീദ് പാറയ്ക്കൽ, CPOമാരായ MJ പ്രവീൺ കുമാർ, SR സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. തുടർ ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു. NCV ന്യൂസ് എടപ്പാൾ. വിക്ടറി ITI എടപ്പാൾ ബ്രാഞ്ചിലേക്ക് SSLC+2 കഴിഞ്ഞവർക്ക് കേരള ഗവൺമെന്റ് PSC അംഗീകൃത 1 വർഷ 2 വർഷ ITI കോഴ്സുകൾക്കും 2 വർഷ KGCE എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിക്ടറി ITI കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.